BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. മേടമാസ പുലരിയിൽ കണി കാണാൻ മാത്രം വിരിയുന്ന കണിക്കൊന്ന പൂക്കളുടെ നന്മയുമായാണ് ഒരു വിഷു കൂടി വരവാവുന്നത്. BMC റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ. വാർത്തകളിലേക്ക്. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ തുടങ്ങിയിട്ട് 25-ന് 1 വർഷമാകും. 18 ലക്ഷത്തിലേറെ പേരാണ് ഇതുവരെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊച്ചി കാണാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ഡെസ്റ്റിനേഷനിലൊന്നായി വാട്ടർ മെട്രോ മാറിക്കഴിഞ്ഞു. ടൂർ പാക്കേജുകളിലെല്ലാം വാട്ടർ മെട്രോ യാത്രയും ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തെ ഏക വാട്ടർ മെട്രോ എന്നതാണ് ആകർഷണം. വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ട് കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിലാണ് പദ്ധതിയുടെ നടത്തിപ്പുകാരായ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ഇതിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളും വാട്ടർ മെട്രോയിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ 40 നഗരങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാനാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കേരളത്തിൽ കൊല്ലവും വാട്ടർ മെട്രോയ്ക്കായി പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ്. ഈ മാസം 11 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 18 ലക്ഷം പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിനം ശരാശരി 6,721 യാത്രക്കാരുണ്ടായതായി KMRL അധികൃതർ പറയുന്നു. അവധിക്കാലമായതിനാൽ ഇത് 10,000-ഓളം എത്തുമെന്നാണ് പ്രതീക്ഷ. സർവീസ് ആരംഭിച്ച 6 മാസത്തിനകം തന്നെ വാട്ടർ മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം 10 ലക്ഷം കടന്നു. വൈറ്റ്ല, കാക്കനാട്, ഹൈക്കോടതി, വൈപ്പിൻ എന്നീ റൂട്ടുകളിലായി തുടങ്ങിയ പദ്ധതി പിന്നീട് ബോൾഗാട്ടിയിലേക്കും സർവീസ് തുടങ്ങി. നിലവിൽ 9 ടെർമിനലുകളുണ്ട്. മുളവുകാട് നോർത്ത്, സൗത്ത്, ചിറ്റൂർ, ഏലൂർ, ചേരാനല്ലൂർ എന്നീ 4 ടെർമിനലുകൾ കഴിഞ്ഞ മാർച്ചിലാണ് ഉദ്ഘാടനം ചെയ്തത്. പാലിയം, തുരുത്ത്, കുമ്പളം, വില്ലിംഗ്ടൺ ഐലൻഡ്, കടമക്കുടി, മട്ടാഞ്ചേരി തുടങ്ങിയ ടെർമിനലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വാട്ടർ മെട്രോ പൂർണ്ണം സജ്ജമാക്കുന്നതോടെ 38 ടെർമിനലുകളെ ബന്ധിപ്പിച്ച 78 ബോട്ടുകളാണ് സർവീസ് നടത്തുക. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച അത്യാധുനിക ബോട്ടുകളാണ് വാട്ടർ മെട്രോയിൽ സർവീസ് നടത്തുന്നത്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള തയ്യൂർ ലോകരത്തിക്കാവ് ക്ഷേത്രഭൂമിയിലെ സ്വകാര്യ കയ്യേറ്റം ഒഴിവാക്കി തിരിച്ചുപിടിച്ചു. ക്ഷേത്രത്തിന് മുന്നിലുള്ള മൈതാനം ഉൾപ്പെടുന്ന 1 ഏക്കർ 21 സെന്റ് സ്ഥലമാണ് ദേവസ്വം സ്പെഷ്യൽ തഹസിൽദാർ VC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം നിയമ നടപടികൾ പൂർത്തിയാക്കി തിരിച്ചെടുത്തത്. ക്ഷേത്രഭൂമി കൈവശം വെച്ചവർക്ക് നോട്ടീസ് നൽകിയും രേഖകൾ പരിശോധിച്ച ഹിയറിംഗ് നടത്തിയും 1 വർഷം നീണ്ടുനിന്ന നിയമ നടപടികൾക്ക് ശേഷമാണ് ഭൂമി തിരിച്ചുപിടിച്ചത്. റവന്യൂ ഇൻസ്പെക്ടർ ഷിജകുമാരി, ഹെഡ് സർവേയർ VG സിന്ധു, സർവേയർ KN അനിൽകുമാർ എന്നിവരാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് നെല്ലുവായ് ദേവസ്വം ഓഫീസർ PB ബിജുവിന് തഹസിൽദാർ VC പ്രസിഡന്റ് ഭൂമിയുടെ രേഖകൾ കൈമാറി. തയ്യൂർ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി TS സുമൻ, വൈസ് പ്രസിഡന്റ് PK ജയചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. മെട്രോ കാന നവീകരണത്തിന് ശേഷവും ആലുവ ടൗണിൽ വെള്ളക്കെട്ട് ദുരിതമൊഴിയുന്നില്ല. കാന നിർമ്മാണത്തിലെ ശാസ്ത്രീയതയാണ് പ്രശ്നങ്ങൾക്കിടയാക്കുന്നതെന്നാണ് ആരോപണം. വെള്ളിയാഴ്ച വൈകുന്നേരമുണ്ടായ മഴയിലാണ് മാർക്കറ്റ് റോഡിൽ വെള്ളക്കെട്ടുണ്ടായത്. ചെറുമഴയിൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമാണിത്. പെരിയാറിലേക്ക് മഴവെള്ളം ഒഴുകിക്കളയാനുള്ള വലിയ കാന തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും വെള്ളം ഒഴുകിപ്പോകാൻ മണിക്കൂറുകൾ വേണ്ടി വരാറുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ടത്തെ മഴയിൽ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത്, മാർക്കറ്റ് റോഡിലെയും അൻവർ ആശുപത്രി റോഡിലെയും വ്യാപാരികളാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് മാർക്കറ്റ് റോഡിൽ സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭ കാന പുതുക്കി പണിതിരുന്നു. എന്നാൽ അതിനുശേഷവും വെള്ളക്കെട്ടുണ്ടായി. ഇതിനുശേഷമാണ് മെട്രോ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കാനകൾ നവീകരിക്കാൻ ആരംഭിച്ചത്. എന്നാൽ ഇത് കേവലം ഫുട്പാത്ത് നിർമ്മാണം മാത്രമായാണ് മുന്നേറുന്നത്. പല ഭാഗങ്ങളിലും കാനകളിലെ മാലിന്യങ്ങൾ പോലും നീക്കാതെ സ്ലാബുകൾക്ക് മുകളിൽ കല്ലുകൾ പാകി ഫുട്പാത്ത് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റോഡിൽ നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകാൻ ചെറിയ ഹോളുകൾ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇത്തരത്തിലാണ് മാർക്കറ്റ് റോഡിലും ചെയ്തിരിക്കുന്നത്. പ്രവൃത്തി നടക്കുന്ന സമയത്തും വ്യാപാരികൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു.
സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് യാത്രക്കാരുമായി പോകുന്ന ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ ആളെ കയറ്റാൻ നിരനിരയായി നിർത്തിയിടുന്നത് മറ്റ് വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ദേശീയപാത നോർത്ത് കളമശ്ശേരിയിൽ ആലുവ ഭാഗത്തേക്കുള്ള സിഗ്നലിന് സമീപത്താണ് തടസ്സം സൃഷ്ടിച്ചുള്ള ദീർഘദൂര ബസ്സുകളുടെ നിര. വൈകിട്ടോടെ യാത്രക്കാരെ കയറ്റാൻ എത്തുന്ന ബസ്സുകൾ രാത്രി 11 വരെ തുടരും. ഇതിൽ ചില സമയങ്ങളിൽ ഒന്നിൽ കൂടുതൽ ബസ്സുകൾ ഒരു സമയത്ത് സ്ഥലത്തെത്തും. ഇത് 3, 4 വരെയാകും. ഈ സമയം ബസ് സ്റ്റോപ്പിന് സമീപത്തായതിനാൽ മറ്റ് സ്വകാര്യ ബസ്സുകളും KSRTC ദീർഘദൂര ബസ്സുകളടക്കം യാത്രക്കാർക്കായി അവിടെ എത്തും. അതോടെ പാത ഗതാഗത കുരുക്കിലാകും. നിർത്തിയിടുന്ന ബസ്സുകളിൽ തട്ടിയുള്ള അപകടങ്ങൾക്കും ഇടയുണ്ട്. സമീപത്തെ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ എത്തുന്ന വാഹനങ്ങൾക്കും പുറത്തേക്ക് എടുക്കാനാകാതെ തടസ്സവും സൃഷ്ടിക്കും. ദീർഘദൂര ബസ്സുകൾ മുന്നോട്ട് നീക്കി നിർത്തി യാത്രക്കാരെ കയറ്റിയാൽ തടസ്സങ്ങൾ ഒഴിവാക്കാനും ആകും. ട്രാഫിക് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏലൂർ പാതാളം റെഗുലേറ്റർ പാലത്തിന് താഴെ പുഴയുടെ മേൽത്തട്ടിൽ പെരിയാർ വൻതോതിൽ മാലിന്യം നിറഞ്ഞ നിലയിൽ. ശുദ്ധജലം വഹിക്കുന്ന മേൽത്തട്ട് ഭാഗത്ത് പലയിടത്തും പുഴയുടെ നിറം കറുത്തും ചില ഭാഗത്ത് മറ്റ് നിറങ്ങളിലുമാണ്. പുഴയിൽ നിന്നും ദുർഗന്ധം പരക്കുന്നു. വേനൽക്കാലമായതിനാൽ റെഗുലേറ്റർ പാലത്തിലെ ഷട്ടറുകൾ അടച്ചിട്ടിരിക്കുകയാണ്. 2-3 ആഴ്ച കൂടുമ്പോൾ 1-2 ഷട്ടറുകൾ തുറന്ന് വെള്ളം താഴോട്ടൊഴുകി ജലനിരപ്പ് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ പെരിയാറിൽ നിന്നും ശുദ്ധജലം സ്വീകരിക്കുന്ന റിഫൈനറി പോലുള്ള സ്ഥാപനങ്ങൾ മാലിന്യം വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടുമ്പോഴും ഷട്ടറുകൾ തുറന്നു കെട്ടിക്കിടക്കുന്ന മലിനജലം ഇറിഗേഷൻ വകുപ്പ് ഒഴുകിക്കളയും. എപ്പോഴൊക്കെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പെരിയാറിന്റെ താഴെത്തട്ടിൽ വൻതോതിൽ മത്സ്യക്കുരുതി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തുറന്നുവിട്ടപ്പോൾ വരാപ്പുഴ ഭാഗത്ത് മത്സ്യക്കുരുതി നടന്നു. പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നത് തടയാനോ മത്സ്യക്കുരുതി പരിഹാരം കാണാനോ മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഇറിഗേഷൻ വകുപ്പോ തയ്യാറാവുന്നില്ല. പെരിയാറിൽ നിന്ന് പരിശോധനയ്ക്ക് ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുമെങ്കിലും അവയുടെ പരിശോധനാ ഫലം മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിടുന്നില്ല. ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥരാരും പെരിയാർ സന്ദർശിക്കാറുമില്ല. പെരിയാറിന്റെ സംരക്ഷണത്തിന് തയ്യാറാക്കിയ ആക്ഷൻ പ്ലാനുകളും നടപ്പാക്കില്ല. പെരിയാറിന്റെ ഇടയാർ തീരത്ത് റെഗുലേറ്റർ പാലത്തിന്റെ അടച്ചിട്ടിരിക്കുന്ന ലോക്ക് ഷട്ടറിലൂടെ തോതിൽ മാലിന്യം ചോരുന്നതും എപ്പോഴും കാണാം. ഈ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി പരിഹരിക്കുന്നതിന് തുക ആവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയെങ്കിലും പണം അനുവദിച്ചില്ല. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.